കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇതിൽ പങ്കെടുത്തതിൽ. ക്ഷണം കിട്ടിയതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്കും നന്ദി അറിയിക്കുന്നു. ഇത് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് നവകേരളത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കാണാനുള്ള ഒരു ചാൻസാണ്. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്കുള്ള നവകേരള കാഴ്ചപ്പാട് പങ്കുവെക്കാനും അവരെ സ്വപ്നം കാണുന്ന കേരളം എന്താണെന്ന് പങ്കുവെക്കാനുള്ള ഒരു വലിയ അവസരമാണ്. അതുകൊണ്ട് ഇതൊരു ഏറ്റവും വലിയൊരു പുണ്യ അവസരമായിട്ട് ഞാൻ കരുതുന്നു. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. തികച്ചും വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രിയിലേക്ക് അറിയിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നു. ഏതെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പ് അവതരിപ്പിക്കാൻ പോകുന്നത്? തികച്ചും വിദ്യാർത്ഥികളുടെ സെൻസിൽ കാണുന്ന സമയത്ത് ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തൊട്ടിട്ട് തൻ്റെ സമൂഹത്തിലേക്ക് കാണുന്ന കാഴ്ചപ്പാടുകൾ വരെ അറിയിക്കാനുള്ള ഒരു അവസരമായിരിക്കും. കേരളത്തിലുള്ള മിക്കവാറും എല്ലാ കോളേജുകളിലുള്ള വിദ്യാർത്ഥികളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഐഡിയാസും അവരുടെ ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിന് പുതിയ പദ്ധതികളും ഒരുപാട് മെഷേഴ്സും എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നല്ലൊരു പ്രോഗ്രാമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ നവകേരള സൃഷ്ടി വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു വലിയൊരു പ്രോഗ്രാമായിരിക്കും എന്ന് വിചാരിക്കും. വളരെ സന്തോഷം. ഇതുപോലുള്ള CM പോലുള്ളവരെയൊക്കെ കൂടെ അടുത്ത് നിന്ന് കാണാനും വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് കൈവരിച്ചെന്നുള്ള കാര്യങ്ങളെ ഒന്ന് അറിയാനും എന്തുകൊണ്ട് ഇത് ഉപകരിച്ചു. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? യൂത്തിൻ്റെ ഇന്നോവേറ്റീവ് ഐഡിയാസും ഒപ്പീനിയൻസൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫീൽഡിൽ ഇപ്പം ഞാൻ നേഴ്സിംഗ്, അപ്പം ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും പിന്നെ അതിലെന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പുതിയ എന്തെങ്കിലും അസിസ്റ്റൻസും കൂടെ കൊണ്ടുവരുന്നതിന്